നമസ്കാരം. എഡ്ജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിന്ധു നദിയുടെ പോഷക നദികളെക്കുറിച്ചാണ്. ആദ്യത്തെ പോഷക നദിയായ ചിനാബിനെ കുറിച്ച് നോക്കാം. ചിനാബിൻ്റെ പ്രാചീന നാമം അസ്കിനി എന്നാണ്. ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാച്ചില ചുരത്തിൽ നിന്നാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചന്ദ്ര, ഭാഗ എന്നീ ഉറവകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ്. ജമ്മു കാശ്മീരിൽ ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. ദുൽഹസ്തി പവർ പ്രൊജക്റ്റ്, സലാൽ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. റാറ്റിൽ ജലവൈദ്യുത പദ്ധതി, കിരു ജലവൈദ്യുത പദ്ധതി എന്നിവ ചിനാബ് നദിയിലാണ് നിലവിൽ വരുന്നത്. അടുത്ത പോഷക നദിയായ ബിയാസിനെ കുറിച്ച് നോക്കാം. ബിയാസിൻ്റെ പ്രാചീന നാമം വിപാസ എന്നാണ്. ബിയാസിൻ്റെ ഉത്ഭവം റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. വേദങ്ങളിൽ അർജിക്കുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബിയാസ്. കാംഗ്ര, കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. അടുത്ത പോഷക നദിയായ രവിയെ കുറിച്ച് പഠിക്കാം. പ്രാചീന നാമം പരുഷണി, ഐരാവതി എന്നാണ്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലയിൽ നിന്നാണ്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി. ലാഹോറിൻ്റെ നദിയാണ് രവി. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവിയുടേത്. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ, ഷാപ്പൂർ കാണ്ടി ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ചിനാബ് നദിയുടെ സവിശേഷതകൾ നോക്കാം. ചിനാബിൻ്റെ പ്രാചീന നാമം അസ്കിനി എന്നാണ്. ബാരാലാച്ചില ചുരത്തിൽ നിന്നാണ് ഉത്ഭവം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബഗ്ലിഹാർ ഡാം എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ദുൽഹസ്തി പവർ പ്രൊജക്റ്റ്, സലാൽ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ്. റാറ്റിൽ ജലവൈദ്യുത പദ്ധതി, കിരു ജലവൈദ്യുത പദ്ധതി എന്നിവ നിലവിൽ വരുന്നതും ചിനാബിലാണ്. അടുത്തതായി ബിയാസിൻ്റെ സവിശേഷതകൾ നോക്കാം. വിപാസ എന്നാണ് പ്രാചീന നാമം. റോഹ്താങ് ചുരത്തിൽ നിന്നാണ് ഉത്ഭവം. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ്. വേദങ്ങളിൽ അർജിക്കുജ എന്നറിയപ്പെടുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ്. രവിയുടെ പ്രത്യേകതകൾ നോക്കാം. പ്രാചീന നാമം പരുഷിണി അഥവാ ഐരാവതി എന്നാണ്. ഹിമാചൽ പ്രദേശിലെ കുളു മലയിൽ നിന്നാണ് ഉത്ഭവം. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ്. ലാഹോറിൻ്റെ നദിയാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഹാരപ്പ നിലനിൽക്കുന്ന നദീതീരമാണ് രവിയുടേത്. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരവും രവി തന്നെയാണ്. അടുത്തതായി സത്ലജ് നദിയുടെ സവിശേഷതകൾ നോക്കാം. പ്രാചീന നാമം ശതദ്രു എന്നാണ്. മാനസ സരോവർ തടാകത്തിനു സമീപമുള്ള രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദിയാണ് സത്ലജ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ്. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്ര നങ്കൽ അണക്കെട്ട്. ഇതിൽ ബക്ര എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലും നങ്കൽ പഞ്ചാബിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന കനാലുകളാണ് ഇന്ദിരാഗാന്ധി കനാൽ, സിർഹിന്ദ് കനാൽ. ഹിമാചൽ പ്രദേശിലെ നാഗ്പ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിയിലാണ്. അടുത്തത് ഝലം നദിയുടെ സവിശേഷതകൾ നോക്കാം. പ്രാചീന നാമം വിദാസ്ത എന്നാണ്. കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഝലം. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന തീരമാണ് ഝലത്തിൻ്റേത്. കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം. കശ്മീർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഝലം. ഝലം നദിയിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് മംഗലാം ഡാം.
ഝലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. സത്ലജ് നദിയുടെ സവിശേഷതകൾ ഒന്ന് റിവൈസ് ചെയ്യാം. പ്രാചീന നാമം ശതദ്രു എന്നാണ്. മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഷിപ്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. സത്ലജ് നദിയിലുള്ള കനാലുകളാണ് ഇന്ദിരാഗാന്ധി കനാലും സിർഹിന്ദ് കനാലും. നാഥ്പ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിയിലാണ്. അത് ഹിമാചൽ പ്രദേശിലാണ്. ഝലം നദിയുടെ സവിശേഷതകളാണ്. വിദാസ്ത എന്നാണ് പ്രാചീന നാമം. കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഝലത്തിലാണ്. അത് ജമ്മു കാശ്മീരിലാണ്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ നടന്ന ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ഝലം നദിയുടെ തീരത്താണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയിലാണ്. കശ്മീർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഝലം. മംഗല ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഝലം നദിയിലാണ്. അത് പാകിസ്ഥാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിഷൻ ഗംഗയാണ് ഝലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിന്ധുവിൻ്റെ പോഷക നദികളായ 5 നദികളെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി എജുവേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PDF നോട്ടുകൾക്കായി എജുവേറ്റ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക.